വാർഡ് 10 അലയങ്കോട് ശോഭന MP. വാർഡ് 12 നടമാളിക അമുദ B. വാർഡ് 16 തോരവരം അഡ്വക്കേറ്റ് PM ജയകുമാർ. വാർഡ് 17 വിനായക നഗർ ഹരി B. മേനോൻ. വാർഡ് 18 പാറപ്പുറം N. ലക്ഷ്മി. വാർഡ് 22 കോടതിപ്പടി DM സുധ. വാർഡ് 29 പെരുമ്പടാരി മോഹനകൃഷ്ണൻ M. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 30 വാർഡ്. വലിയ തോതിൽ നടക്കുന്നു. സ്വർണ്ണം കേൾക്കുമ്പോൾ തന്നെ CPM ഒരു ഹാലടക്കമാണ്. പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, സ്വർണ്ണക്കൊള്ളയെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതാണ്, വ്യാപകമായ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ അത് മാത്രമല്ല, അത് ശരിവെക്കുന്നതാ എന്നുള്ളത് വളരെ എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ് എന്ന് വെക്കുന്നതാണ് ഇപ്പൊ ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും അതിനെതിരെ ചെയ്യാൻ കഴിയുമോ? CPM നേതാക്കളാണ് ഇതിൽ പ്രധാന മുന്നിൽ നിൽക്കുന്നത്. അവരുടെ ആളുകളെ നിശ്ചയിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ പ്രധാന സ്ഥലങ്ങളിലൊക്കെ കൊള്ള നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അവരുടെ ആളുകൾ കയറിക്കൂടുന്നു, വലിയ തോതിൽ കൊള്ള നടത്തുന്നു. ഇതിനൊക്കെ ഒരു ബദൽ സംവിധാനം വരണമെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന തലത്തിൽ ഒരു സർക്കാർ വരണം, അതുപോലെ പ്രാദേശിക തലത്തിലും സംവിധാനങ്ങൾ വരണം. ഈ നാടിന്റെ ഇപ്പൊ നമ്മുടെ മണ്ണാർക്കാടിലെ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. മണ്ണാർക്കാടിന്റെ സാഹചര്യം എടുത്തു നോക്കാം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ അലനല്ലൂർ പഞ്ചായത്ത്, ഓട്ടോപ്പാടം, കൊമരമ്പത്തൂര്, തെങ്കര, മണ്ണാർക്കാട്, ഈ ഒരു ബെൽറ്റ് മണ്ണാർക്കാട് പാർട്ടിയുടെ മണ്ഡലം ടീമിന്റെ കമ്മിറ്റി വരുന്ന ഒരു മേഖല. ആ സ്ഥലം എടുത്തു നോക്കൂ. ഏത് സ്ഥലത്താണ് വികസന പ്രവർത്തനം നടക്കുന്നത്? ഇവിടെ വ്യാപകമായി അഴിമതി നടക്കുന്നു എന്നല്ലാതെ എല്ലാ അർത്ഥത്തിലും കോൺട്രാക്ടർമാരെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായി പണിയെടുക്കാൻ കഴിയാണ്ട് അവരിൽ നിന്ന് കാശ് വാങ്ങി ഇവിടുത്തെ വികസന പദ്ധതികൾ അട്ടിമറിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ ഭരണകക്ഷികൾ നടത്തുന്നത്. അത് പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ആര് തന്നെ ആയാലും അവർക്ക് ജനങ്ങളുടെ വികസനത്തിലല്ല അവർക്ക് താല്പര്യം. ഇനി വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടിത വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമുള്ള വികസന പ്രവർത്തനം നടക്കുന്നു. ഞാൻ എന്റെ സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പത്രക്കാരോട് പറയാണ്, എന്റെ സ്ഥലത്ത് ഒരു റോഡിന്റെ പണി നടന്നിട്ടുണ്ട്. ആ റോഡിന്റെ പണിയുടെ ഗുണമേന്മയൊന്ന് നിങ്ങൾ വന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് അവസാനം എല്ലാവരുടെയും എതിർപ്പുകൾ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് അവിടെ ഒരു വർക്ക് നടന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നു, കട്ടമതിക്കൽ നടക്കുന്നു. പക്ഷേ അല്ല, അത് സംഘടിത വോട്ട് എവിടെ കിട്ടുന്നു അതിനെ കേന്ദ്രീകരിച്ചാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ളൂ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടത്. ഇലക്ഷൻ കഴിഞ്ഞാൽ രാഷ്ട്രീയമല്ല, ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ജനപ്രതിയാണ് വരേണ്ടത്. പക്ഷെ അവിടെയും പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളാണ് ഇവിടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എടുക്കുന്നത്. തികച്ചും പക്ഷപാതപരമാണ്. ആ പക്ഷപാതമില്ലാതെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ നിങ്ങൾ നോക്ക്. കേന്ദ്രത്തിന്റെ ഏത് പദ്ധതി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയും അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പ്രാദേശിക അടിസ്ഥാനമോ ഒന്നും നോക്കുന്നില്ല. ഏത് പദ്ധതി എടുത്ത് നോക്കട്ടെ, അതിന് നിങ്ങൾ അപേക്ഷാ ഫോമിൽ എവിടെയും നിങ്ങളുടെ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഇന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നൽ ആനുകൂല്യമുണ്ട്, നിങ്ങൾ ഇന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യമില്ല, എവിടെയും പറയുന്നില്ല. കേന്ദ്രത്തിന്റെ ഏത് പദ്ധതിയുടെ അപേക്ഷാ ഫോം എടുത്ത് നോക്കിയാലും അറിയാം. അതേസമയം നമ്മൾ ഇവിടെ വന്നാലോ, നടപ്പിലാക്കുന്ന എല്ലാ കാര്യത്തിലും പക്ഷപാതപരമായ നിലപാട്. ഇതിനൊരു അറുതി വന്നേ പറ്റൂ. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി കാണാൻ കഴിയണം. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നന്മ ചെയ്യാൻ കഴിയണം. മണ്ണാർക്കാടിന് വലിയ തോതിലുള്ള മുനിസിപ്പാലിറ്റിയിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ചു. നഗരവൽക്കരണം, അവിടെ സൗന്ദര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. എല്ലായിടത്തും കേട്ട് അഴിമതി നടത്താനുള്ള പരിപാടിയാണ് നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് എത്ര കാലമായി മണ്ണാർക്കാട് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടുണ്ടോ? അത് ഏതെങ്കിലും സംവിധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് മണ്ണാർക്കാട് കടന്നു പോകണമെങ്കിൽ എന്താണ് അവസ്ഥ? നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു റോഡ് നന്നായാൽ പ്രശ്നങ്ങളൊക്കെ തീരുന്നു. റോഡ് നന്നായി, പക്ഷെ എന്താണ് കാര്യം? ആ റോഡിലും ഒരാളുകളാണ് നടത്തിയിട്ടുള്ളത്. ആൽത്തറ മുതൽ നിങ്ങൾ എടുത്ത് നോക്കി അറിയാം ആ പണിയുടെ മേന്മ. പല സ്ഥലത്തും ഇപ്പൊ ഓന്തിന്റെ മുതുക് പോലെയാ. BMBC റോഡാ, നാഷണൽ ഹൈവേ ആണ് റോഡ്, പക്ഷെ ഓന്തിന്റെ മുതുക് പോലെയാണ്. കൃത്യമായിട്ട് യാതൊരു തരത്തിലുള്ള പരിശോധനയും നടത്താതെ ആ നടപ്പിലാക്കിയിട്ടുള്ളത്. The real beauty in your heart. Boche
Gold and Diamonds. Buy now, pay later.